Our group consists of 4 members: Sneha Sabu, Divya, Arya, and Anashara. In this video, we talk about a small business called Sri Rama Textiles and Fancies in Kaluvari. The venture is run by Murali, a small business owner in the same area. Mainly, clothes and fancy items are sold there. Now, let's watch the video. ബിസിനസിന്റെ ഒരു പേരും അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ബിസിനസ് അച്ഛൻ മരിച്ചതിന് ശേഷം ബിസിനസ് ഞാൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇട്ട പേരെന്നെ ഞാൻ തുടർന്ന് ഇങ്ങനെ കൊണ്ടുപോകാൻ. എത്ര വർഷങ്ങളായി തുടങ്ങിയിട്ട്? ഒരു 20 വർഷമൊക്കെ ആയിട്ടുണ്ട്. സാധനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്? സാധനങ്ങൾ തുണിത്തരങ്ങളുണ്ട്, പിന്നെ ബേക്കറി, പിന്നെ ലെതർ ഐറ്റംസ്. തുടക്കത്തിലുള്ള മൂലധനം എത്രയായിരുന്നു? ആദ്യം ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ബിസിനസ് തുടങ്ങുമ്പോൾ അച്ഛൻ തുടങ്ങി വെച്ചതായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് പൈസ ഞാൻ ഇറക്കിയിട്ട് അങ്ങനെ തുടർന്ന് കൊണ്ടുപോകായിരുന്നു. കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നതും ശേഷം ഉണ്ടായിരുന്നുള്ള കച്ചവടം എങ്ങനെയാണെന്ന് പറയാമോ? കൊറോണയ്ക്ക് മുമ്പ് ഒരുവിധം നല്ല ഒരു ഇതിൽ പോയിരുന്നു. കൊറോണ ആകുമ്പോൾ ആൾക്കാർക്ക് കടയിലേക്ക് കയറാനൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബിസിനസ് കുറച്ച് ഡള്ളായിരുന്നു. സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് എത്തിക്കുന്നത്? സാധനങ്ങൾ പാലക്കാട് നിന്ന് എത്തിക്കുന്നു. വാർഷിക വരുമാനം എത്രയാണ്? അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ ഈ കൊറോണ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ശേഷം? വാർഷിക വരുമാനത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു കൊറോണ സമയം. കാരണം ആൾക്കാർ കടയിലേക്ക് സാധനം മേടിക്കാൻ വരാൻ മടിക്കും. അതുകൊണ്ട് ബിസിനസ് കുറേ മോശമായിരുന്നു. ദിവസത്തിലെ ചെലവ് എത്രയാണ്? 500 രൂപയൊക്കെ. സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഇതിൽ തന്നെ കടറവിളിൽ. ബിസിനസ്സിൽ കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ടോ ഈ ഏരിയയിൽ? കോമ്പറ്റീഷൻ അത് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യം നോക്കി പിന്നെ മറ്റുള്ളവരെ സഹായിച്ചിട്ട് ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ആണോ അതോ എഴുത്താണോ? എഴുത്താണ്. കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്? അത് വ്യാപാരി വ്യവസായമായിട്ടൊരു ബാങ്ക് ഉണ്ട്. ആ ബാങ്ക് നമ്മളെ ഒരു ഇതൊക്കെ നന്നായി സഹായിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ ബിസിനസ് അങ്ങനെ നിലനിർത്തി കൊണ്ടുവന്നു. ഇനി എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടോ? ബിസിനസ് പുരോഗമിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണർന്ന രീതിയിലുള്ള എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇപ്പോൾ ഒരു ഡെയിലി ബേസിസിൽ ഒരു ദിവസം എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്? അത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവരോട് നല്ലതായിട്ട് ഇടപെട്ടിട്ട് നല്ല നിലയിൽ ബിസിനസ് നടത്തണം. ഇനി ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നവരോട് എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ? നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. After a year of COVID-19, so many changes are occurring in many sectors. The major sector that affected by COVID-19 is business sector. COVID pandemic situation affect business sector so badly. This video is an analysis of changes in business sector before COVID-19 and after COVID-19. We are taking a small business venture in our locality and try to analyze how the COVID-19 affect this business. Sri Rama Textiles and Fancies owned by Murali is a small venture in Kaluri. Mainly, clothes, bakery, fancy items are sold in this shop. Items in these shops are taken from Palakkad. The business was started by Murali's father 20 years ago. Now Murali is taking up this business. Per day income of this shop is rupees 1000. The area in which the shop is situated is very suitable to this business because there is no other competitors are situated in this area. Murali says that due to the COVID pandemic situations, number of customers coming to the shops are reduced. It makes a big loss to his business. Before COVID-19, they have high rate of sales and profit, but now the rate of sales and profit are become reduced. So, by this analysis, we are concluding that like any other sector, COVID-19 also affect business sector too. And compared to big business firms, small business firms are mostly affected by COVID-19.